Hi friends, welcome back to my channel. It's me Arif. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ സ്കൂളിൽ 3 മാസത്തെ ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മദ്രസയിലും. ഞാൻ അപ്പം എൻ്റെ ടെക്സ്റ്റും ബുക്കുകളുമായിട്ടാണ് പോകുന്നത്. മദ്രസയിലെയും സ്കൂളിലെയും ടെസ്റ്റുകൾ ഞാൻ ആദ്യം ഈ ബാഗിലേക്ക് വയ്ക്കുകയാണ്. ഞാൻ എടുത്തു വെക്കുന്നത് എൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ്. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു 3 ജോഡി ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തു വയ്ക്കുന്നുള്ളൂ. ഞാനും ഉമ്മച്ചിയും മാമച്ചിയാണ് പോകുന്നത്. ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയുടെ അടുത്താണ് പോകുന്നത്. മാമച്ചിയും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മാമച്ചിയുടെ കൂടെ നമ്മളിപ്പോൾ പോകുന്നു. മാമച്ചി ലീവിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പം. പിന്നെ അവിടെയൊക്കെ ബേക്കറി ഒന്നും കിട്ടാത്തത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ച് കൊണ്ടുപോവാണ്. അലുവ, മിച്ചർ, ചിപ്സ്, പിന്നെ ഒരു ചക്ക ഉണ്ട് ഗൈസ്. അവിടെ ചക്കയൊന്നും കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചക്ക കൊണ്ടുപോകുന്നത്. അത് വേറൊരു പെട്ടിക്കകത്താണ് പാക്ക് ചെയ്തത്. ഈ നീല ബാഗിലിരിക്കുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ ഡ്രസ്സൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ ലഗേജ്. മാമച്ചിയുടെ വീട് തൊട്ടപ്പുറത്താണ്, അപ്പം നമ്മൾ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ചക്കയും ബേക്കറിയൊക്കെ അവിടെയാണ്. ഞാൻ ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. വാച്ചൊക്കെ എടുത്ത് കെട്ടിക്കൊണ്ട് ആ വാച്ച് പുതിയതാണ്. വാച്ച് മേടിച്ച് പഴയ വാച്ച് ഗായ്സ്, ഞാൻ പറഞ്ഞില്ല മറ്റേ സ്മാർട്ട് വാച്ച്, അതിൻ്റെ വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നു. അതാണെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് ഒടിഞ്ഞു പോയി. പിന്നെ ഗായ്സ് ഇറങ്ങാൻ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വണ്ടി കയറിയതിന് ശേഷമുള്ള വീഡിയോസേ ഉള്ളൂ. നമ്മൾ രാത്രി 12:30-ക്കാണ് ഇറങ്ങിയത് ഗൈസ്. നല്ല ഇരുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ട്രിവാൻഡ്രം വരെ എത്തുന്ന വീഡിയോസൊന്നും ക്ലിയർ ഇല്ല. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കയറി വണ്ടി കയറി പോവാണ്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ഭയങ്കര ഇരുട്ടാണ്. പിന്നെ ഈ റോഡ് സൈഡിലുള്ള വെട്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 4:30-ക്കാണ് ഫ്ലൈറ്റ്. 4:30-ക്കായിരുന്നു ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമുക്ക് 4:55-നാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്.
നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. കൂടെ വന്നവരെല്ലാവരടുത്തും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഗൈസ്. എൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് പോകുന്നതാണ് എൻ്റെ മാമച്ചി. ഉമ്മച്ചി ബാക്കിൽ നിന്ന് വരികയാണ്. ഉമ്മച്ചി വീഡിയോയ്ക്ക് മുന്നിലൊന്നും വരില്ല. ഒരു ദിവസം ഉമ്മച്ചിനെ നമുക്ക് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരണം. അന്ന് എനിക്ക് പൂരത്തല്ലായിരിക്കും കിട്ടാൻ പോകുന്നത്. ഗൈസ് ഇവിടെ എത്തിയപ്പോൾ കണ്ട അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ഓർത്തു ഗൈസ്. ഈ മെയ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പണ്ട് ഞാൻ കളിക്കുമായിരുന്നു ഗൈസ്. അതേപോലെയാണ് ഇവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പക്ഷെ അതുപോലെയല്ല അതുപോലെയല്ല ഗൈസ്. ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു ആനേനെ കണ്ട, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റാണ്. ചില സ്ഥലങ്ങളിൽ വീഡിയോ പിടിക്കാൻ പാടില്ല. പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്ലൈറ്റിനുള്ളിൽ കാണുന്ന കാഴ്ച. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് ഗൈസ് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഗൈസ് ഇത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു ഗൈസ്. നല്ല യാത്രയായിരുന്നു ഗൈസ്. ഇവിടെ എന്താ ചെറിയ ടാബ് പോലെയൊക്കെ ഇരുന്നു ഗൈസ്. അങ്ങനെ 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് ഇറങ്ങി ഗൈസ്. പിന്നെ ഫ്ലൈറ്റിലിരുന്നിട്ട് എനിക്ക് പുറത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. എൻ്റെ ഉമ്മച്ചി എന്നെ വിൻഡോ സീറ്റിൽ ഇരുത്തിയില്ല ഗൈസ്. അല്ലെങ്കിൽ പുറത്തുള്ള വീഡിയോസൊക്കെ ഞാൻ പിടിച്ചനെ ഗൈസ്. ഈ ഉമ്മച്ചിയാണ് സമ്മതിക്കാത്തത്. അപ്പം നമ്മൾ ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വാപ്പച്ചിയുടെ ഒരു ഫ്രണ്ടാണ് ഡ്രൈവറായിട്ട് വന്നത്. ഡ്രൈവർ മാമ ആണെങ്കിൽ ദുബായ് എയർപോർട്ടിൽ വന്ന് നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ ഷാർജ വഴി കറങ്ങിപ്പോയി. പിന്നെ നമുക്ക് റോഡ് മാർഗം പോയാലേ നമുക്ക് വാപ്പച്ച് നിൽക്കുന്ന കസബിലെത്താൻ പറ്റുള്ളൂ ഗൈസ്. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പം കസബിലാണ് ഇരിക്കുന്നത്. കസബിലൊരു വീട്ടിൻ്റെ അകത്ത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ദുബായിലെ കാഴ്ച കണ്ടാൽ മതി. അപ്പോൾ നമുക്കിനി യാത്രയിലെ കുറച്ച് കാഴ്ചകൾ കാണാം.
ഇറങ്ങി. ഇതാണ് റസാഖ് അങ്കിള്. ഈ അങ്കിളാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. ഗായ്സ് നമ്മളെ വണ്ടിയാണ് ഗായ്സ്. ദോ അവിടെ കിടക്കണത് ഈ കളർ വണ്ടി ഗായ്സ്. പിന്നെ അവിടെ കിടന്ന കുറച്ച് പൂവൊക്കെ. ഇത് ട്രാഫിക്കിൽ പെട്ടപ്പോൾ എടുത്ത വീഡിയോയാണ്. ഇനിയും നമുക്ക് കുറച്ച് ദുബായ് കാഴ്ചകളായിട്ട് പോകാം. നമ്മൾ കണ്ടത് മരുഭൂമിയാണ് ഗായ്സ്. അവിടെയൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു ഗായ്സ്, പക്ഷെ ഭയങ്കര വെയിൽ കാരണം വെയിൽ സമ്മതിച്ചില്ല ഇറങ്ങാൻ. അവിടെ ഇഷ്ടംപോലെ ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്.
അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകങ്ങളെയൊക്കെ നേരിട്ട് കാണുന്നത്. അടുത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടെ വന്നിട്ട് വാപ്പച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയായിരുന്നു കേട്ടോ. അവിടുത്തെ വീഡിയോ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. അവരെന്നെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പം എനിക്ക് നല്ല ഹാപ്പിയായി. എന്നാൽ പിന്നെ നമുക്ക് വീട് കുറച്ച് കാഴ്ചകളിലോട്ട് പോയാലോ? പിന്നെ നമ്മളൊരു മാളിൽ കയറിയായിരുന്നു ഗൈസ്. ആ വീഡിയോ മിസ്സായിപ്പോയി ഗൈസ്. അത് മിക്കവാറും നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. ഈ ബൗണ്ടിയിലെ ജ്യൂസ് ഉണ്ടായ കുലിക്കാൻ പറഞ്ഞു. ഞാൻ കുലുക്കി കൊടുത്തതാ. ചുണ്ടിക്കറി ഒറ്റയിട്ട് ചുണ്ട് മുറിഞ്ഞ്. ആ സമയത്തൊന്നുമില്ലായിരുന്നു. ചുമ്മാ കുപ്പിയുടെ അടപ്പൊന്ന് തുറന്നിക്കണ്ടേ ചോര നോക്കേണ്ട. ചുണ്ടിൽ അത്രയും ചോര ഗൈസ്. ചുണ്ട് മുറിഞ്ഞ് അകമാണ് മുറിഞ്ഞ പുറമല്ല. വെളിയിലാണ് ഇടി കൊണ്ടെങ്കിൽ പല്ലുകൊണ്ട് അകം മുറിഞ്ഞു പോയി. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടം വെച്ച് അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിനകത്തുനിന്ന പോക്കോണിൻ്റെയും പിന്നെ വേറൊരെണ്ണ ഇരിക്കുന്നത്. ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം.